എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സ്റ്റിച്ചിങ് ആണ്. ഒരു ചെറിയ ടോപ്പ്, വൈറ്റ് കളറ് ടോപ്പ്, ജീൻസിൻ്റെ കൂടെയും ചുരിദാറായിട്ടൊക്കെ യൂസ് ചെയ്യാം. അങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരിക്കൽ ഞാൻ കടയിൽ പോയപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ കണ്ടു വാങ്ങിയൊരു നെറ്റിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് കുറേ നാളെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തയ്ക്കാമെന്നൊക്കെ വിചാരിച്ചെടുത്ത് വെച്ചു. പിന്നെ എന്നും മെഷീൻ കേടായിരിക്കും, എപ്പോഴും കംപ്ലൈൻ്റ് ആവും. പുതിയ മെഷീനാണ്, പക്ഷെ ഞാൻ ഉപയോഗിക്കാതെ കുറേ നാൾ കിടന്നിട്ട് ഞാൻ ജോലിക്ക് പോണ സമയമൊക്കെ ആയിരുന്നപ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. എന്തെങ്കിലും അങ്ങനെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നല്ലാതെ വെട്ടി തയ്ക്കാനൊന്നും ഇരുന്നിരുന്നില്ല. ആഗ്രഹത്തിന് വാങ്ങിയതാണ് മെഷീൻ. കാരണം ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ടൈലറിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്നോട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു മെഷീൻ വേണം, പുതിയത് വേണം. അങ്ങനെ വാങ്ങിയതാണ്. പക്ഷെ വാങ്ങി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അങ്ങനെയുള്ളവർ കുറേ പേരുണ്ടാവും കേട്ടോ. കിട്ടുന്നവരെ ഭയങ്കര ഇൻട്രസ്റ്റാണ്, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാണ്ടായപ്പോൾ അതിങ്ങനെ കട്ട പിടിക്കില്ലേ, നൂല് കട്ട പിടിക്കുക, സ്റ്റിച്ച് പിടിക്കാണ്ടിരിക്കുക, നൂലെപ്പോഴും പൊട്ടിപ്പോവുക, അങ്ങനെ കുറേ കംപ്ലയിൻസാണ്. അപ്പം എനിക്ക് അടിക്കാൻ ഇഷ്ടമല്ലാണ്ടായി. പിന്നെ ജോലി അങ്ങനെയൊക്കെ നടന്നു. പിന്നെ കൊച്ചായി, പിന്നെ അങ്ങനെ പോയി. അങ്ങനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോഴത്തെ അല്ല കേട്ടോ, ഒരു വർഷം മുന്നത്തെയാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം എനിക്ക് തയ്ക്കാൻ പറ്റുന്ന സിറ്റുവേഷനൊന്നുമല്ല, ഞാൻ റെസ്റ്റിലാണ്. അന്ന് ഒരു വർഷം മുന്നേ ഞാൻ മോനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന് തയ്ച്ചത്. മെഷീനൊക്കെ നന്നാക്കി ഒരു 1000 രൂപയോളം ചിലവാക്കിയിട്ട് നന്നാക്കി എടുത്തതാണ്. അപ്പം അങ്ങനെ തയ്ക്കായിരുന്നതാണ്, അപ്പോൾ ഒരു രസത്തിന്. അപ്പോൾ ഈ അളവൊക്കെ എടുത്ത് ഒരുവിധം തയ്ച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ടൈലറിങ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ സംസാരിക്കുമ്പോഴേ വോയിസ് കൊടുക്കണേൽ ചെറിയ കിതപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാരണമുള്ളതാണ്. എനിക്ക് തന്നെ നന്നായി മനസ്സിലാവുന്നുണ്ട്, ഒരു കിതപ്പ് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ വോയിസ് ഓവർ കൊടുത്ത് സംസാരിക്കാൻ അത്ര താല്പര്യമില്ല. ഞാൻ മാക്സിമം ഷോർട്സ് ഇട്ടിട്ടാണ് അവസാനിപ്പിക്കുന്നത് വീഡിയോസ്. ഇത് പക്ഷേ കുറേ നാളായിട്ടുള്ളത് എൻ്റെ കയ്യിൽ, ഒരു വർഷമായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇനി ചിലപ്പോൾ ഇങ്ങനെ കിടന്ന് ഡിലീറ്റായി പോവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ എന്നാൽ പിന്നെ ഇതാവട്ടെ ഇന്നത്തെ വീഡിയോ വിചാരിച്ചിട്ടതാണ്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഉമ്മർത്ത് മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് മഴയൊക്കെ ഉണ്ട് ആ സമയത്ത്. കഴിഞ്ഞ വർഷം ജൂണല്ലേ. ഇപ്പം ഈ മരങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. മഴയത്ത് എല്ലാം അന്നത്തെ കാറ്റിൽ തകർന്നു പോയി. അപ്പോൾ അത് തയ്ച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെട്ടണ വീഡിയോയും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. ഞാൻ അപ്പം ഒന്നും വീഡിയോ എടുത്തില്ല. സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലെ വീഡിയോ എടുത്തോളാം. എനിക്ക് വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്. ഈ ലേസൊക്കെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ തയ്ച്ചിട്ട് ഞാനത് ഇട്ടിട്ടുള്ള ലുക്കാണ് കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടമെങ്കിൽ പറയണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിന്നൂസ് ഡയറീസ്. ബായ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.